ഇതാണ് നമ്മൾ ഇന്നത്തെ താരം. മൊത്തത്തിലൊരു കളർഫുൾ ആക്കല പരിപാടിയാണ് ചൈന ഇൻസ്റ്റന്റ് ബീഫ് ബിരിയാണി. കാര്യങ്ങൾ പറഞ്ഞുതരാം. ചൈനയിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ട്രൈ ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ആവേശ് കുമാറായിട്ട് കിട്ടിയ സാധനം കൊണ്ട് ബോക്സും കാര്യങ്ങളെല്ലാം പൊളിച്ചെടുക്കി. അത് വിചാരിച്ചിട്ട് ആക്രാന്തൊന്നുമില്ല, പതുക്കച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാണ്ട്, എന്നാലല്ലേ അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ. ഇതിന്റെ ടോപ്പ് മാറ്റിയപ്പോൾ അതിനകത്ത് ഒരു വൈറ്റ് ട്രേ ഉണ്ട്. ട്രേനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാണ് നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള ബിരിയാണി അരി. ഒരു പാക്കറ്റ് എന്താ നോക്കിയപ്പോൾ അരി മാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള അളവിലുള്ള വെള്ളം വരെ പാക്കാക്കി വന്നിട്ടുണ്ട്. വെള്ളം അരി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇനി എവിടെ ഒന്നും കാണാനെന്ന് ആലോചിച്ചപ്പോഴാണ് ട്രേ പൊക്കി നോക്കിയപ്പോൾ അതിനകത്ത് കാണാനല്ലേ 2-3 ബോക്സ് വേറെയും കാര്യങ്ങൾ. ഇതാണ് മസാല. ഈ സംഭവങ്ങൾ നമ്മൾ അധികം പൊടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു സ്പൂൺ. ചൈന ആയതുകൊണ്ട് പിന്നെ സോയാ സോസും ഉണ്ട്. സോയാ സോസ് ഇല്ലാത്ത പരിപാടിയൊന്നും ചൈനക്കാർക്കില്ല. കലാപരിപാടികൾ തുടങ്ങുകയാണ്. പതുക്കെ അരി നമ്മൾ എന്ത് ചെയ്തു പൊട്ടിച്ചതിക്കും. ബീഫ് മസാല നമ്മൾ എന്ത് ചെയ്തു പാക്ക് ഒടിച്ചിങ്ങാണ്ട് ചെറപറ ഇറങ്ങാണ്ട് അതിലേക്ക് വാരി കോരിട്ടാൻ തുടങ്ങി. ഇതിലൊരു വാട്ടർഫാൾ എഫക്റ്റ് ആണെങ്കിലും സംഭവം സെറ്റ് പരിപാടിയാവുന്നുള്ളതിൽ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തു സോയാ സോസ് ഒഴിച്ചു. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് ഇനി ഒക്കെപ്പാടൊന്ന് മിക്സ് ആക്കി എടുക്കാണ്ട്. അങ്ങനെ മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടുപ്പ് കൂട്ടാൻ പോകട്ടെ. അടുപ്പിൽ നമ്മൾ ഈ ട്രേയിൽ ഒരളവിൽ വരെ വെള്ളം ഒഴിക്കണം. ഇനി ഇതാണ് നമ്മൾ വിറക് നേരെ പൊട്ടിച്ചിങ്ങാണ്ട് അതിൽ വെച്ചു കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. കാരണം അത്രക്ക് പുകയും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ നേരെ ഇതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഫുഡും കാര്യങ്ങളും വെച്ച് അടച്ചു വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കണം കേട്ടോ. നല്ല പുകയും കാര്യങ്ങളും വരുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ദമ്മ് പൊട്ടിച്ചപ്പോൾ നമ്മളെ ചൈന ഇൻസ്റ്റന്റ് ബീഫ് ബിരിയാണി റെഡി. കാണാൻ തന്നെ അൽഹംദുലില്ലാ എന്തൊരു കയറ്. ഇനി ബിസ്മി ചെല്ലിങ്ങാണ്ട് ഒരു സ്പൂൺ കഴിച്ചു നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറും ബീഫ് കറി സെയിം ടേസ്റ്റ്, ഒരു ടേസ്റ്റ് ഇല്ല. അങ്ങനെ സംഭവം എനിക്ക് ഇഷ്ടമായി. ഈ ചൈനയിൽ അടുത്ത എന്ത് ഫുഡ് ഐറ്റംസ് ആണ് ട്രൈ ചെയ്യേണ്ടത് കമന്റ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ സൈ ചെയ്യാൻ.